ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൈറ്റ് ഓൺ മീയുടെ എപ്പിസോഡ് 8 കാണാം. അപ്പോൾ നമ്മൾ 7ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം കണ്ടു നിർത്തിയത് ഡേവോണും ടേക്കും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് വരെയാണ്. അടുത്ത സീനിൽ അവരെല്ലാവരും കൂടെ കൗൺസിലർ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ നങ്കുങ് ആണെങ്കിൽ ബോർഡിൽ ഒരു ക്ലോക്ക് ഒക്കെ വരച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് നമ്മൾ ടൂർ പോകാൻ പോവേണേ, അതും ഗേൾസ് സ്കൂളിൻ്റെ ഒപ്പമാണ്. നല്ല രസമായിരിക്കുമെന്ന്. എന്നിട്ട് അവൻ പറയണേ ഞാനൊരു പെണ്ണിനെ എന്തായാലും അവിടെ പോയിട്ട് സെറ്റ് ആക്കുമെന്ന്. അപ്പോഴത്തേക്ക് ടേക്കിങ് ചോദിക്കും നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പം നങ്കും പറയും പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും എൻ്റെ ഈ മുഖം മതിയല്ലോ ഒരാളെ സെറ്റ് ആക്കാനെന്ന്. ടേക്കിങ് ആണെങ്കിൽ ഷിമുവിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ് നീ ഇതുവരെ ആയിട്ട് ആരെയും പ്രണയിച്ചിട്ടില്ലല്ലേ? ഞാനും അതുപോലെ തന്നെ ആരെയും പ്രണയിച്ചിട്ടില്ലെന്ന്. ഇത് കേട്ടിട്ട് ഷിൻമു പറയും ഓ ശരി, അറിഞ്ഞതിൽ സന്തോഷമെന്ന്. അപ്പം നങ്കുങ്ങാണെങ്കിൽ ടേക്കിങ്ങിനോട് ചോദിക്കുകയാണ് ഇന്നലെ നീ ഡേവോണിനെ കണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവൻ പറയും ഓടാ ഞാൻ ഡേവോണിനെ കണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഷിന്നു ചോദിക്കും ഇന്നലെ നല്ല മഴയില്ലായിരുന്ന, നീ മഴ നനഞ്ഞുകൊണ്ടാണ് പോയെന്ന്. അപ്പോൾ അവൻ പറയും ഞാൻ മഴ നനഞ്ഞതേ ഇല്ലെന്ന് ഇന്നലെ. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതിൽ ഇന്നലെ ഡേവോണും ടേക്കിങ്ങും കൂടെ ഇരുന്ന് സംസാരിച്ചില്ലായിരുന്ന ആ സമയത്താണ് മഴ പെയ്തത്. അപ്പോൾ ഡേവോൺ ആണെങ്കിൽ അവൻ്റെ കയ്യിലിരുന്ന കുട എടുത്ത് ടേക്കിങ്ങിന് കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് ടേക്കിങ് ചോദിക്കുന്നു നീ അപ്പോൾ എങ്ങനെ പോവുമെന്ന്. അപ്പോൾ ഡേവോൺ പറയും എനിക്ക് മഴ നനയുന്നത് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നനഞ്ഞു പൊക്കോളാന്ന് പറഞ്ഞ് ഡേവോൺ എന്നിട്ട് അവിടെ നിന്ന് നനഞ്ഞുകൊണ്ട് പോവുകയാണ്. ടേക്കിങ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഡേവോൺ വരെയാണ്. ഡേവോൺ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഒത്തിരി നേരമായോ ഇവിടെ വന്നിട്ടെന്ന്. അപ്പം നങ്കും പറയും കുറച്ച് നേരം ആയോളൂ, പിന്നെ ഞാൻ ടൂറിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ എൻ്റെ അടുത്ത് താങ്ക്സ് ഒന്നും അതിന് പറയണ്ടെന്ന്. നങ്കുങ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡേവോൺ തുമ്മുന്നുണ്ട്. ഇത് കണ്ട് നങ്കുങ് ചോദിക്കും ഹോസ്പിറ്റലിൽ പോകണോ ഡേവോൺ എന്ന്. അപ്പം പറയും ഹോസ്പിറ്റലൊന്നും പോകണ്ട, എനിക്ക് ഗുളിക കഴിച്ചാൽ മാറാവുന്ന അസുഖമേ ഉള്ളെന്ന്. ഡേവോൺ പറയുന്നത് തന്നെ ഒരുമാതിരി ടേക്കിങ് അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ടേക്കിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവനാണെങ്കിൽ ഡേവോണിൻ്റെ കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ടേക്കിങ് കുറച്ച് മെഡിസിനും വാങ്ങിച്ച് അത് കണക്കിന് ഡേവോണിൻ്റെ കൊടയെടുത്ത് ആ കൗൺസിലർ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഡേവോണും ലീസൂഹിയും ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവനാണെങ്കിൽ ആ ഗുളികയും അതുപോലെ ആ കൊടയും തറയിൽ വെച്ചിട്ട് പോവുകയാണ്. ടേക്കിങ് പോയി കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷമാണ് അവർ രണ്ടുപേരും പുറത്തെന്തോ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ലീസൂഹി പറയും ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ ലീസൂഹി ആ കൊടയും മെഡിസിനും എടുത്തിട്ട് ചോദിക്കുകയാണ് ഈ കൊടയും മെഡിസിനും ആരിവിടെ കൊണ്ടുവച്ചത്, ആർക്കായാലും കയ്യിൽ തന്നിട്ട് പൊക്കിവിടായിരുന്നു എന്ന്. അപ്പോൾ ആ കുട കാണുമ്പോഴത്തേക്കും ഡേവോണിന് മനസ്സിലാവുന്നുണ്ട് അത് ടേക്കിങ് കൊണ്ടുവച്ചതാണെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവ ആ കൊടയും മെഡിസിനും വാങ്ങിച്ചിട്ട് അവൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ലീസൂഹി ചോദിക്കും ഡേവോൺ നമുക്ക് പുറത്ത് പോയാലോ എന്ന്. അപ്പോൾ ഡേവോൺ പറയും പറ്റത്തില്ല, എനിക്ക് പനിയാണ്, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം, നീ വാ നമുക്ക് വീട്ടിൽ പോവാന്ന്. അടുത്ത സീനിൽ അടുത്ത ഡേ ആയതുപോലെയാണ് കാണിക്കുന്നത്. നങ്കുങ് ആണെങ്കിൽ നല്ല കിടിലായിട്ട് റെഡിയായി വന്നേക്കാണ് ടൂർ പോകാനായിട്ട്. അപ്പം നങ്കുങ് നോക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയണു ഓ ഗേൾസ് സ്കൂളിലെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ കയ്യിരുന്ന ഒരു കുഞ്ഞു മൈക്ക് എടുത്തിട്ട് അവൻ ചോദിക്കണേ പെണ്ണെ നീ എന്താ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന്. അപ്പോൾ ആ പെണ്ണ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് അവിടെ നിൽക്കുന്ന വേറെ ആരുമല്ല ലീസൂഹിയാണെന്ന്. ലീസൂഹിയുടെ മുഖം കണ്ടിട്ട് അവൻ അയ്യോ ഇതാരും പ്രേതമെന്നും പറഞ്ഞ് അവൻ നിലവിളിക്കുന്നു. ഇത് കേട്ടിട്ട് അവൾ ചോദിക്കുന്നു നീ എന്തിനാണ് നിലവിളിക്കുന്നതെന്ന്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവരവിടെ നിന്ന് വഴക്കിടുകയാണ്. ഈ സമയം അവിടെ ടേക്കിങ് ആണെങ്കിൽ എന്തോ സാധനം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം അവനെ വന്ന് ഷിൻമു സഹായിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവൻ ഷിൻമുവിനോട് ചോദിക്കുകയാണ് നീ ഇന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന്. അപ്പം ഷിൻമു ചോദിക്കുക എന്ത് നീ അങ്ങനെ ചോദിച്ചെന്ന്. അപ്പം ടേക്കിങ് പറയുക അല്ല നീ എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ ആരെങ്കിലും സഹായിക്കുള്ളെന്ന്. ടേക്കിങ്ങിൻ്റെ വർത്തമാനം കേട്ടിട്ട് അവനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഒരുമാതിരി തന്നെ ടേക്കിങ്ങിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അടുത്ത സീനിൽ ഡേവോണും സാറും വരെയാണ്. അപ്പോഴും നോക്കുമ്പോഴത്തേക്ക് ലീസൂയും നങ്കുങ്ങും അവിടെ ഇരുന്ന് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഡേവോൺ ചോദിക്കും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എന്തിനാണ് വഴക്കിടുന്നതെന്ന്. അപ്പോൾ ലീസൂയി പറയവ എന്നെ കണ്ട ഉടനെ ചുമ്മാ ഇരുന്ന് നിലവിളിക്കുന്നു എന്ന്. അപ്പോൾ സാറ് പറയും നിങ്ങൾ അതൊക്കെ കളഞ്ഞ് എന്നിട്ട് രണ്ടുപേരും കൈ കൊടുത്ത് ഫ്രണ്ട്സ് ആവുന്നു. അപ്പോൾ നങ്കുങ് ആണെങ്കിൽ കോമഡിക്ക് പറയണേ എൻ്റെ കൈ നിനക്ക് തരണമെങ്കിൽ തന്നെ നിനക്കൊരു ഫായം വേണമെന്ന്. ഇതിനൊക്കെ ശേഷം അവിടെ ഷിൻമുവും ടേക്കിങ്ങും വരെയാണ്. ആ സമയത്ത് സാറാണെങ്കിൽ കുറച്ച് മെഡിസിൻ എടുത്തിട്ട് ഡേവോണിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ആർക്കെങ്കിലും പനി കാണാൻ വരുന്നെങ്കിൽ നീ മെഡിസിൻ അവർക്ക് കൊടുക്കണേ, അതുപോലെ നിങ്ങൾ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് സാർ അവിടെ നിന്ന് പോകുന്നു. സാറ് പോയതിന് ശേഷം ലീസൂഹിയും അതേ കണക്ക് തന്നെ ഷിൻമുവും ടേക്കിങ്ങും അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ബസ്സിലേക്ക് ഡേവോൺ കയറുമ്പോഴത്തേക്കും അവൻ ചെന്നിരിക്കുന്നത് ടേക്കിങ്ങിൻ്റെ അടുത്താണ്. ഇത് കണ്ടുകൊണ്ട് ഷിൻമു വരെയാണ്. അവനാണെങ്കിൽ മുഖം ഒരുമാതിരി വെച്ചുകൊണ്ട് നങ്കുങ്ങിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. അപ്പോൾ ഡേവോൺ ആണെങ്കിൽ ടേക്കിങ്ങിനോട് പറയാണ് നീയല്ലേ ഇന്നലെ എനിക്ക് മെഡിസിൻ കൊണ്ടുവന്ന് അവിടെ വെച്ചത്, ഒരുപാട് നന്ദിയുണ്ടെന്ന്. അപ്പോൾ ടേക്കിങ് ആണെങ്കിൽ തിരിച്ചൊന്നും പറയാതെ നിന്റെ സീറ്റ് ബെൽറ്റ് നീ ഇട്ടിട്ടില്ല, സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നു. ഡേവോൺ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് പോകുമ്പോഴത്തേക്കും ടേക്കിങ് പറയാം അല്ലെങ്കിൽ ഞാൻ ഇട്ട് തരാമെന്നും പറഞ്ഞ് ടേക്കിങ് ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം അവിടെ ബേക്കിലിരുന്ന് നമ്മുടെ ഷിൻമു നോക്കിയാണ്.
പിന്നെ അവർ ട്രിപ്പ് പോയ സ്ഥലത്തെത്തിയാണ്. അപ്പം ടേക്കിങ് പറയാണ് ഞാൻ ഒരിക്കലും കരുതിയില്ല സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ കൊണ്ടുപോകുന്നു. ഞാൻ വിചാരിച്ച കോളേജ് ചെല്ലുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ട്രിപ്പ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ഡേവോൺ പറയും ഇതങ്ങനെ ട്രിപ്പായിട്ടൊന്നും അല്ല, ഇത് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവിടെ ലീസൂഹി വരെയാണ്. അവൾ വന്നിട്ട് ചോദിക്കുകയാണ് ഡേവോൻ്റെ അടുത്ത്, അവിടെ അടുത്തൊരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ, നീ എൻ്റെ കൂടെ വരുമെന്ന്. അപ്പോൾ അവൻ പറയും ഓ ശരി നമുക്ക് പോവാമെന്ന്. ഇവർ പോകുന്നത് തന്നെ അവിടെ നിന്ന് ടേക്കിങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവർ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഷിൻവു വരെയാണ്. ഷിൻവുവിനെ കണ്ടിട്ട് അവൻ ചോദിക്കും നീ ഇപ്പോൾ റൂമിലോട്ട് പോവേണ, റൂമിലോട്ട് പോയിട്ട് വല്ല അത്യാവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ഗിഫ്റ്റ് ഷോപ്പ് വരെ പോകാനായിട്ട് വരുമെന്ന്. അപ്പം ഷിൻവു പറയും ആ ശരി ഞാൻ വരാമെന്ന്. പെട്ടെന്ന് ഇങ്ങനെ ഷിൻവു വരാമെന്ന് പറയുന്നത് കേട്ടിട്ട് ടേക്കിങ് ചിന്തിക്കുകയാണ് ഇവന് എന്ത് പറ്റിയെന്ന്. എന്നിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഷിൻവു ചോദിക്കും ഇപ്പം വരാമെന്ന് പറഞ്ഞത് കുറ്റമായോ എന്ന്. അപ്പം ടേക്കിങ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഷിൻവുവിൻ്റെ പിറത്ത് ഇങ്ങനെ തട്ടിയിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം ഷിൻവു പറയുന്നത് ചിരിച്ചിരിച്ച് പോവുകയാണ്. പിന്നെ രണ്ടുപേരും ഗിഫ്റ്റ് ഷോപ്പിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഷിൻവു ആണെങ്കിൽ ഒരു കീച്ചെ നോക്കിയാണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന ടേക്കിങ് പറയും ഇത് കൊള്ളത്തില്ല, നീ വാങ്ങണ്ടെന്ന്. അപ്പം ഷിൻവു ചോദിക്കുക അതിന് ഞാൻ അത് വാങ്ങുന്നെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. എന്നിട്ട് അവിടുന്ന് ഷിൻവു പോവുകയാണ്. ഷിൻവു പോയതിന് ശേഷം ടേക്കിങ് അവിടെ നിന്ന് ഒരു ബാൻഡ് എടുക്കുന്നുണ്ട്. അത്രയും കാണിച്ച് ആ സീൻ അവിടെ കട്ടാക്കിയാണ്. എന്നിട്ട് അടുത്ത സീനിൽ അവരെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഡേവോൻ്റെ അടുത്തൊരു ചെറുക്കൻ വന്നിട്ട് പറയും ഡേവോൺ നീ അങ്ങോട്ട് വരുമോ, നിൻ്റെ ആവശ്യമുണ്ട് അവിടെയെന്ന്. അപ്പോൾ ഡേവോൺ പറയും ആ ശരിയടാ ഞാൻ വരാമെന്ന്. എന്നിട്ട് ഇവർക്ക് പറയും നിങ്ങൾ കഴിച്ചോ, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന്. ഡേവോൺ പോയതിന് ശേഷം ലീസൂഹി അവിടെ ഇരുന്ന് പറയാണ് എന്തിനാണ് ഇവർ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഡേവോൺ ഡേവോൺ എന്ന് വിളിക്കുന്നത്, ഇവർക്കൊന്നും ഒരു ജോലിയും ചെയ്യാൻ എന്തൊരു കൈയൊന്നും ഇല്ലേന്ന്. അപ്പം ഞങ്ങുങ്ങാണെങ്കിൽ തമാശയ്ക്ക് പറയണ അതങ്ങ് വിട്ടുകള സഹോദരിയെന്ന്. ഈ ഒരു വാക്ക് പറഞ്ഞ് ഇവർ രണ്ടുപേരും വീണ്ടും വഴക്കിടുന്നു. അപ്പോഴാണ് അവിടേക്ക് സാറ് വരുന്നത്. സാറ് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ വീണ്ടും വഴക്ക് തുടങ്ങിയോന്ന്. ഇങ്ങനെ എപ്പോഴും വഴക്കിടുന്നവരുടെ ഇടയ്ക്കാണ് ഒരുപാട് സ്നേഹമുള്ളതെന്ന് സാറ് പറയുന്നു. സാറിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലീസൂഹി ശ്രദ്ധിക്കുന്നത് ഷിൻവുവിനെ ടേക്കിങ്ങിനെയാണ്. ഷിൻവു ടേക്കിങ്ങിൻ്റെ അടുത്ത് പറയാണ് നീ വെള്ളം കുടിച്ചിട്ട് ആഹാരം കഴിക്കാൻ നോക്ക്, നിൻ്റെ ആഹാരം വേറെ ആരും എടുത്തുകൊണ്ട് പോവില്ലെന്ന്. അപ്പോൾ ലീസൂഹി അവർക്ക് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് ഇത്രയും നല്ലതുപോലെ കൂട്ടായത്, എന്തായാലും കൊള്ളായി എപ്പോഴും ഇങ്ങനെ തന്നെ കൂട്ടായിരിക്കാൻ. ഇവിടെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ടേക്കിങ് ആണെങ്കിൽ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് ടിഷ്യൂ എടുക്കാൻ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ഷിൻവു ആണെങ്കിൽ ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഡേവോൺ വരെയാണ്. ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് അവനെന്തോ അങ്ങോട്ട് പോവാൻ തോന്നിയില്ല. അവ അവിടെ തന്നെ നിന്ന് ഇവരെ നോക്കിയാണ്. അടുത്ത സീനിൽ ടേക്കിങ് ആണെങ്കിൽ നേരത്തെ ഒരുപാട് കഴിച്ചില്ല, അതുകൊണ്ട് അവന് വയ്യാത്തതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഷിൻവു വന്നിട്ട് ചോദിക്കും നിൻ്റെ അടുത്ത് അന്നേരെ പറഞ്ഞില്ല അധികം കഴിക്കല്ലെന്ന്, നിനക്കിപ്പോൾ ഇനി എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ടേക്കിങ് പറയും എനിക്കൊന്നും വേണ്ടെന്ന്. അപ്പോൾ വീണ്ടും അതേ കണക്ക് തന്നെ ഷിൻവു ചോദിക്കും നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറ ഞാൻ വാങ്ങിക്കൊണ്ട് തരാമെന്ന്. അപ്പോൾ ടേക്കിങ് പറയും വേണ്ട. എന്നിട്ട് അവ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട് ഡേവോൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, നീ നല്ലവനാണെന്ന്. അപ്പോൾ ഷിൻവു പറയും എനിക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഞാൻ ഇങ്ങനെ പെരുമാറാറുള്ളെന്ന്. അപ്പോൾ ടേക്കിങ് ചോദിക്കും അപ്പം നിനക്ക് ഞാൻ ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തിലാണല്ലേ, അതല്ലേ നീ എൻ്റെ അടുത്ത് നല്ലതുപോലെ പെരുമാറുന്നതെന്ന്. അപ്പം ഇത് കേട്ടിട്ടാണെങ്കിൽ അവ അത് പിന്നെ അത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ബന്ധമില്ലാത്തതെന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുമുണ്ട്. ഇവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ലീസൂഹി വരെയാണ്. അവളവിടെ വന്നുടനെ ടേക്കിങ്ങിൻ്റെ അടുത്ത് പറയണേ എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ലെന്ന്. അപ്പോൾ ടേക്കിങ് പറയും എനിക്കതറിയാം നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. അല്ല നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടമല്ലാത്തതെന്ന്. അപ്പോൾ ലീസൂഹി ചോദിക്കും കാരണമോ, നീ എപ്പോൾ നോക്കിയാലും ഡേവോൻ്റെ കൂടെ കാണേ, എനിക്കത് ഇഷ്ടമേ അല്ല. അതുപോലെ തന്നെ അവ ഒരുപാട് മാറിയിരിക്കുന്നു. ഇവൾ പറയണ കേട്ടിട്ട് ടേക്കിങ് പറയും എനിക്ക് ഡേവോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നും അതുപോലെ അവനെ നല്ലതുപോലെ നോക്കണമെന്നും ആഗ്രഹമുണ്ട്. അതുപോലെ ഡേവോൺ നിൻ്റേത് മാത്രമൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ ലീസൂഹി പറയും അതെ അവൻ എൻ്റേത് മാത്രമാണ്. അതുപോലെ നിൻ്റെ കൂടെ അവൻ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവ എല്ലാവരുടെ അടുത്തും ഇങ്ങനെയാണ്, അല്ലാതെ നീ അവന് ഒരു സ്പെഷ്യലായിട്ടുള്ള ആരുമല്ല, ഞാൻ മാത്രമാണ് അവന് എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള ഒരാളെന്ന്. നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ലീസൂഹി അവിടെ നിന്ന് പോകുന്നു. അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ടേക്കിങ് അകത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡോർ തുറക്കുന്ന സമയത്ത് ഡോർ അവൻ്റെ തലയിൽ ഇടിക്കുന്നു. അവിടെ നിന്ന് ടേക്കിങ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പം നങ്കുങ് വന്നിട്ട് ചോദിക്കും ടേക്കിങ് നിനക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ടേക്കിങ് പറയും ഇല്ലടാ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. എന്നിട്ട് പെട്ടെന്ന് നങ്കുങ് ടേക്കിങ്ങിൻ്റെ നെറ്റിയിൽ നോക്കിയിട്ട് ചോദിക്കുകയാണ് എടാ നെറ്റി എന്ത് പറ്റും, നെറ്റിയിൽ ചോര വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ടേക്കിങ് നെറ്റിയിൽ കൈവച്ച് തൊട്ട് നോക്കിയിട്ട് പറയാണ് അത് ഡോറിൽ തല ഇടിച്ചായിരുന്നു, അപ്പോൾ പറ്റിയ മുറിവായിരിക്കുമെന്ന്. ഈ സമയം അവിടെ ഷിൻവു വന്നിട്ട് ടേക്കിങ്ങിൻ്റെ നെറ്റിയിൽ ചോര തുടച്ചു കൊടുക്കുകയാണ് ഒരു തുണി ഉപയോഗിച്ച്. പിന്നീട് അവിടെ ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്. അവരെല്ലാവരും ടേക്കിങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നു ടേക്കിങ് എന്ത് പറ്റി നെറ്റിയിൽ, എങ്ങനെയാ
എങ്ങനെയാ മുറിവ് പറ്റിയതെന്ന് ഇത് തന്നെയാണ് ഷിൻവു ചോദിക്കുന്നത്. അപ്പോൾ ടേക്കിങ് പറയും ഞാൻ വന്ന വഴിക്ക് ഡോറിൽ തല ഇടിച്ചായിരുന്നു, അപ്പോൾ പറ്റിയ മുറിവാണെന്ന്. ഈ സമയം അപ്പോൾ ഡേവോണും അവിടെ വരുന്നുണ്ട്. ഡേവോൺ വന്നിട്ട് ടേക്കിങ്ങിൻ്റെ നെറ്റിയിൽ നോക്കിയിട്ട് പറയുകയാണ് ഇത് നല്ല ആഴത്തിലുള്ള മുറിവാണ്, ഇതിലെന്തായാലും മരുന്ന് വെച്ചേ പറ്റുള്ളൂ. ഡേവോൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ടേക്കിങ് അവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഷിൻവു പറയുകയാണ് ഞാൻ ടേക്കിങ്ങിന് മരുന്ന് വെച്ച് കൊടുത്തോളാന്ന്. അപ്പോൾ ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, ബൈ ബൈ.